സിആർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലോട്ടറി എടുത്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും എടുത്തിട്ടില്ല. ഇല്ല. അല്ല, ഒന്ന് പരീക്ഷിക്കാമായിരുന്നില്ലേ? അല്ലല്ല, അത് ഞാൻ ഇപ്പൊ അദ്ദേഹത്തിനോട് എനിക്കൊരു വിരോധമില്ല. ചൂതാട്ടങ്ങളിൽ ജയിക്കുന്ന ആളുകൾ എപ്പോഴും ചൂതാട്ടത്തിനെ പിന്താങ്ങും. ചൂതാട്ടം, എന്റെ പ്രശ്നം ചൂതാട്ടം ഒരു മാനസിക അസുഖമാണിപ്പോ, രോഗമാണ്. അതായത് ഇത് ഒന്ന് കൊടുത്താൽ 1 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 20 കിട്ടും എന്നുള്ള മോഹം. ഇപ്പൊ കേരളത്തിൽ SK ഓർമ്മയുണ്ടാവും, നിരവധി തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. മറ്റേ ഒരു സംസ്ഥാനത്ത് നടക്കില്ല. അത് ആടുമാഞ്ചിയം മുതൽ ഇങ്ങോട്ട് പോന്നാൽ ഒരുപാട് നമുക്കറിയാം. മണി ചെയിൻ, ഈ തട്ടിപ്പുകൾ മുഴുവൻ കേരളത്തിൽ വന്നതിന്റെ പ്രധാന കാരണം മറ്റൊരു സംസ്ഥാനത്തും വരുന്നേക്കാൾ കൂടുതൽ വരുന്നത് ഈ ലോട്ടറിയുടെ ഒരു മനസ്സാണ്. ഈ മലയാളി ഈസി ആയിട്ട് തട്ടിക്കാം. കാരണം ഇവരുടെ ഒരു ബ്ലഡിൽ ഞാൻ പറയാം, അവിടെയാണ് ചൂതാട്ടത്തിന്റെ മനസ്സ്. ഇത് ചൂതാട്ടമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം വളരെ വലിയൊരു സംഘമാണ് ഇതിൽ ഇടപെടുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് പോയി ചൂതാട്ടം നടത്തുമ്പോൾ നമ്മുടെ ഇന്ന് വലിയ എമൗണ്ട് പോകും. ഇതിപ്പോ കുറെ ആളുകളുടെ, ഇപ്പൊ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ലോട്ടറി എടുക്കണം. ഞാൻ ലോട്ടറി എടുക്കുന്നവരെ വിൽക്കുന്നവരെ അതിന് എന്തൊക്കെ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കും. അല്ല, അവിടെ അതാണ് അടുത്ത പ്രശ്നം. അതായത് ഒരു സമൂഹത്തിൽ 2 ലക്ഷം പേര് കൂടുതൽ ആൾക്കാർ അല്ല അതുണ്ടാവും. അതിപ്പോ ഏത് ചൂതാട്ടത്തിനും ഉണ്ടാവും. ലാസ് വേഗാസിൽ എത്ര പേര് അവരൊക്കെ എങ്ങോട്ട് പോകും? അല്ല, അതൊരു പ്രശ്നമാണ്. അവരെങ്ങോട്ട് പോകും എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നമ്മൾ മറ്റു പല ചോദ്യങ്ങളും വേണ്ടി വരും. വേണ്ടാതെ നിങ്ങൾ കളവ് നിരോധിച്ചാൽ കള്ളന്മാരെങ്ങോട്ട് പോകും. ഒരു സാമൂഹ്യ മനസ്സെന്ന് പറയുന്നത് അതിമോഹത്താൽ സൃഷ്ടിക്കപ്പെട്ട, അത് എല്ലാവരും, ഞാനും വിചാരിക്കണേ ലോട്ടറി എടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നാ. പിന്നെ ഇടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ 5000 രൂപ കിട്ടും, 10000 രൂപ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ പിന്നെ മോഹമാണ്. ഇത് മുച്ചീട്ട് കളിക്കാരന്റെ അതേ ഫിലോസഫി തന്നെയാണ് ഇതിലും ഞാൻ പറയുന്നത്. അതേ ഫിലോസഫി തന്നെയാണ്. മുച്ചീട്ട് കളിക്കാരന് ജോലിയുണ്ട്, അയാളുടെ ജോലിയുണ്ട്. ഈ എല്ലാ ഇത്തരത്തിലുള്ള ഈ ചൂതാട്ടങ്ങളിലും അതിൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട്. സർക്കാരിന് കാശ് കിട്ടും, ടാക്സ് കിട്ടും, അങ്ങനെ പല സംഗതികളുണ്ട്. കുറെ ആളുകൾക്ക് ജോലി കിട്ടും. പക്ഷെ അതൊന്നുമല്ല. ഇത് അടിസ്ഥാനപരമാണ്. അദ്ദേഹം ചിന്തിക്കുന്നതിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു ചൂതാട്ട മനസ്സുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് മനുഷ്യന്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് അദ്ദേഹം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ മാഞ്ചിയം, അതുപോലെ ആട് ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? ലോട്ടറി ഇവിടെ ഉള്ളപ്പോ തന്നെ ഈ ചൂതാട്ടത്തിന് വേണ്ടി മാഞ്ചിയം ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ആ മനസ്സ് അങ്ങനെ ഒരെണ്ണം ഉണ്ട്. അതിനെ ഗവൺമെന്റ് നിയന്ത്രിതമായ രീതിയിൽ പൊതു സംവിധാനത്തിൽ കൂടി അതൊരു അടിസ്ഥാനപരമായി മറ്റ് വലിയ ഗാംബ്ലിങ്ങിലോട്ട് പോകാതെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നിടത്താണ് ഈ ലോട്ടറി ഗവൺമെന്റ് നടത്തുമ്പോൾ. അദ്ദേഹത്തിന്റെ നിലപാടിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം കാടടച്ച് വെടിവെക്കുകയാണ്. അതൊരിക്കലും നല്ലതല്ല. അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇവിടെ ഏകദേശം 2 ലക്ഷം ആളുകൾ ജീവിക്കുന്നുണ്ട് ഈ മേഖലയിൽ. അവരെ ഒരു നിയന്ത്രിതമായി അതിനെക്കുറിച്ച് പറയണല്ല. സിആർ പറയുന്നത് ഇതിനകത്തൊരു ചൂതാട്ട മനസ്സുണ്ടെന്നാ പറയുന്നത്. അതാണ് ഇത് ഗവൺമെന്റ് വളരെ സുതാര്യമായിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ്. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ 1967 വന്നു. ഏകദേശം 10-60 വർഷത്തോളം കഴിഞ്ഞു. അത് മാത്രമല്ല, ലോട്ടറിയുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 1569 UK ഗവൺമെന്റാണ്, അന്നത്തെ ഇംഗ്ലണ്ട് ഗവൺമെന്റാണ് ആദ്യമായിട്ട് ലോട്ടറി കൊണ്ടുവന്നത്. അവിടെ ഇന്നും ഗവൺമെന്റ് സംവിധാനത്തിൽ വളരെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിന്റെ 195 രാജ്യമുള്ളതിൽ 100ഓളം രാജ്യങ്ങളിൽ ഈ ലോട്ടറി നിയമപരമായി തന്നെ നടത്തുകയാണ്. അന്നേരം ആരും നടത്തുന്നു, എങ്ങനെ നടത്തുന്നു, അതിന്റെ സുതാര്യത തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാധാന്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.